ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിപ്പോൾ നിതിനാൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പം പുറകിൽ കാണുന്നതാണ് നിതിനാൻ്റെ വീട്. അച്ഛൻ പണിക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഇന്നിവിടെ പൂരത്തിന് കാമന വെക്കൽ എന്ന് പറയട്ടോ. അപ്പം അതിന് വീട്ടിലെല്ലാം അമ്മ ചെയ്യുന്നതാണ്. പക്ഷേ നിന്നെല്ലാം പോയ ശേഷം പിന്നെ അമ്മ അതൊന്നും ചെയ്യലൊന്നുമില്ല. അപ്പോൾ ഇതിപ്പം ലാസ്റ്റ് ദിവസമാണ്, പൂരത്തിൻ്റെ ലാസ്റ്റ് ദിവസം നമ്മൾ എന്താ പറയുക, മണ്ണിനെ കൊണ്ട് കാമന ഉണ്ടാക്കിയിട്ട് വെക്കും. അപ്പോൾ അപ്പുറത്ത് നമുക്ക് വീട്ടിൽ പോത്തുണ്ട്. അപ്പോൾ അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലൊരു അജിതേച്ചിയുണ്ട്. ആ വീട്ടിൽ പോയിട്ട് വെള്ളം എടുക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെയെല്ലാം കാമന ഇട്ടിട്ടുണ്ടാവും. നമ്മളെ നാട്ടിലൊന്നും തലശ്ശേരി ഒന്നും ഈ പൂരം ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പം അമ്മ നീ കണ്ടിട്ടില്ലല്ലോ, വേണേൽ വീഡിയോ എടുത്തോന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാന്ന് കേട്ടോ. അപ്പം അച്ഛൻ ഇതാ ജോലിക്ക് പോകാൻ നോക്കുവാന്ന്. അമ്മ അവിടുന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ചാച്ചന് രണ്ടാളും ടാറ്റെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നടന്നിട്ട് പോകാമെന്ന്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം കേട്ടോ. ഇതിപ്പോൾ രാവിലെയാണ്. ബറിക്കൂട്ടൻ ചളിയെല്ലാം നോക്കിയിട്ട് ചളീന്നെല്ലാം പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഇപ്പുറത്തെ വീട്, തൊട്ടപ്പുറത്തുള്ള വേറൊരു അയൽവക്കം എന്ന് പറഞ്ഞത് റോഷിനി ചേച്ചീൻ്റെ വീടാണ് കേട്ടോ. അപ്പം ആടെ ഇതിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാന്ന്. അപ്പം ആമിനത്തി ഉണ്ടായിന് കേട്ടോ ആടെ. നമ്മളെ വേറൊരു അയൽവക്കാന്ന് ആമിനത്ത എന്ന് പറയുന്നത്. നമ്മളെ പഴയ വീഡിയോയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നോക്കുമ്പം റോഷിനി ചേച്ചി അവിടെ കാമന വെച്ചിട്ടുണ്ടായിട്ടില്ലേ. വീഡിയോ എടുക്കുന്നേ എന്തുണ്ട്, അവിടത്തൊക്കെ സുഖമല്ലേ? രാവിലെ നടത്തം തന്നെയാണ്. അങ്ങനെ പിന്നെ ആടുന്ന് റോഷിനി ചേച്ചിയെല്ലാം കുറച്ച് വർത്താനെല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മളടുത്തേക്ക് നേരെ അജിതേച്ചിൻ്റെ അടുത്തേക്ക് പോകാന്ന്. അപ്പം നമ്മളെ സെൽഫി സ്റ്റിക്കിലെടുക്കുന്ന ആദ്യത്തെ വീഡിയോ എന്ന് അതാണ് ഞാൻ എന്തെല്ലോ കളിക്കുന്നത്. പിന്നെ അത് കണ്ട ആകാംക്ഷയില്ലാന്ന് പിള്ളേരും കേട്ടോ. ആ റോഷിനി ചെന്ന മുട്ടായി എന്തോ കൊടുത്തിനെന്ന് തോന്നുന്നു, അത് തിന്നിട്ടാണ് നടക്കുന്നത്. പിന്നെ അച്ഛനൊരു മുട്ടായി വാങ്ങിയതിൻ്റെ എന്തോ സംഭവമാണ്, ഒരു വണ്ടി പോലത്തെ സാധനമാണ് പിള്ളേരുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പം നേരെ വഴി ഇങ്ങോട്ടേക്ക് തിരിച്ചു വിട്ട്, ഞാനൊക്കറിയൊന്നുമില്ല ഏത് വഴിയാണ് വേണ്ടിയെന്ന്. അങ്ങനെ നമ്മൾ നേരെ പോയത്, ഇവിടെ മൊത്തം റബ്ബറാണ്. കുറേ റബ്ബർ, അതിൻ്റെ അടുക്ക് കുറച്ച് വീട്, അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ഉള്ളത്. അപ്പോൾ കാണാൻ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ ഇതാ അജിതേച്ചിൻ്റെ വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ അജിതേച്ചിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അതാ ഫസ്റ്റ് കണ്ട കാമൻ അജിതേച്ചിൻ്റെ വീട്ടിലത്തെയാണ് കേട്ടോ. ഇതുപോലെ കുറേ പൂവെല്ലാം ഇഷ്ടം പോലെ ഇട്ടിട്ട് ഇങ്ങനെ കാമൻ ഉണ്ടാക്കും. അപ്പോൾ ആദ്യത്തെ 3 ദിവസം എന്തോ നമ്മളെ ഇതില്ലേ എന്താ പറയുക, പൂവിനെ കൊണ്ട് ഇങ്ങനെ പൂവ് വെറുതെ ഇങ്ങനെ ഇതാക്കൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാണകത്തിനെ കൊണ്ട് കാമന ഉണ്ടാക്കും. പിന്നെ ലാസ്റ്റത്തെ ദിവസമാണ് ഈ ഇത് വെക്കുന്നത് കേട്ടോ, ഇങ്ങനത്തെ മണ്ണുകൊണ്ടുള്ള കാമന വെക്കുന്നത്. പ്ലസ് അതിൻ്റെ ഒന്നിച്ചിട്ട് ഈ പൂരക്കഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള അതും വെക്കും. വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഈ പൂരത്തിന് എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ല. വന്നേരം പിന്നെ അന്ന സമയത്ത് എന്തോ ഖത്തറിലായിരുന്നു, അങ്ങനെ എന്തെല്ലോ ഇതായിട്ട് പിന്നെ ഇതുവരെ ഞാൻ ഇതിനൊന്നും കൂടിയിട്ടില്ല കേട്ടോ.
ഓക്കെ, അപ്പോൾ റിക്കൂട്ടിനും നല്ല കാര്യമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാമനെ കാണാൻ പോകുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ചെരുപ്പെല്ലാം ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് മുന്നേ ആക്കി വെച്ച ചാണകമില്ല, ചാണകത്തിനെ കൊണ്ടാക്കി മുന്നേ വെച്ച കാമനിയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ എടുത്തിട്ട് അതിനെ വേറെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് പിന്നെ ഇതുപോലെയാവും. അങ്ങനെ ടോട്ടൽ എത്ര 21 കാമനിയാറ്റം ഉണ്ടാക്കണം കേട്ടോ. അപ്പം അതാണ് സംഭവം. അപ്പോൾ അജിതേച്ചിൻ്റെ മോളിതാ റിക്കൂട്ടനും ഇഷുവിനും ചോക്ലേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിൽക്കോ നേരെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നെ കേട്ടോ. അവൻ്റെ കയ്യിൽ വേറെ എന്തോ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു വെള്ള ചെമ്പരത്തി ഉണ്ട് കേട്ടോ, നല്ല രസമില്ല. ഞാൻ മഞ്ഞ വണ്ട് നമ്മളെ വീട്ടിലെല്ലാം ഉണ്ട്, അതിന് വെള്ളം ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇത് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അജിതേച്ചിയില്ലേ, അജിതേച്ചിൻ്റെ തറവാട് വീടാണ്. അപ്പോൾ അടുത്ത വേറൊരു ചേച്ചിയാണ് ധന്യേച്ചി. അപ്പോൾ ധന്യേച്ചിയെല്ലാം ബാംഗ്ലൂരാണ്, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അപ്പം മക്കളെല്ലാം മുന്നേ നമ്മളെ വീട് റിക്കൂട്ടം ചെറുതായ സമയത്ത് കാണാനെല്ലാം വന്നിട്ടുണ്ടായിന്. എന്നാൽ ഈശോൻ്റെ ഒന്നിച്ച് കളിക്കുമെല്ലാം ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഓരും പറഞ്ഞ് എന്തായാലും എടുത്തേം കൂടി വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നേരെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇത് ഞാനിത് തലതിരിച്ചിട്ടാന്ന് തോന്നും വീഡിയോ എടുത്തത്. മീൻസ് അപ്പുറത്തെ സൈഡിൽ നിന്നാന്ന് തോന്നും വീഡിയോ എടുക്കേണ്ടത്, പിന്നെ ഞാനെന്തോ മാറിയിട്ട് എടുത്തു പോയതാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ പൂവെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ആക്കി വെക്കും കേട്ടോ. അവർക്കൂട്ടം വേഗം അവരെ കൈമലെല്ലാം പോകുന്നുണ്ട്. എന്താ നല്ല പരിചയമുള്ള ആളെപ്പോലെ വേഗം പോകുന്നുണ്ട് അതിന് കേട്ടോ. അപ്പം ഞാൻ പിന്നെ നോക്കുമ്പോൾ ഇതാണല്ലോ ഫ്രണ്ട് എന്നാണ് ഞാൻ പിന്നെ ചിന്തിച്ചത് കേട്ടോ. എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ആരെ കയ്യിൽ പോയാലും റിക്കൂട്ടം പക്ഷേ ചിരിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ട മുഖയിലാക്കി വെച്ച് അവിടുന്ന് തന്നിച്ച് അവർക്ക് രണ്ടാൾക്കും വണ്ടിയെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിനെ. മുന്നേ വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കൊടുത്തിട്ട് നോക്കും, ഇപ്പാണ് കൊടുത്തത്. അപ്പോൾ പിന്നെ എന്നിട്ട് റിക്കൂട്ടിൻ്റെ മുഖത്തൊന്നും ഒരു തെളിച്ചൊന്നും ഉണ്ടായില്ല കേട്ടോ. അവിടുന്ന് പിന്നെ അവർ ആപ്പിൾ എന്തെല്ലോ തന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന്. അപ്പം അമ്മ വെള്ളാട വെച്ചിട്ട് വരാം, നമുക്ക് വേറെ ഇനി ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചീൻ്റെ വീട്ടിലും കൂടി രാഗിണി ചേച്ചീൻ്റെ വീട്ടിലും കൂടി പോയിട്ട് കാമനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് റിക്കൂട്ടിന് അമ്മേൻ്റെ കൂടെ ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ നിമിഷ ചേച്ചി ഈശുവിനെയും കൂട്ടിയിട്ട് അങ്ങ് ശരത്തൻ്റെ വീട്ടിൽ പോകുന്നുണ്ടായിന്. അവിടെ ഈ പൂരത്തിൻ്റെ അടയില്ല, അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും നേരം അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഞാൻ അപ്പോഴേക്ക് കുറച്ച് പ്രകൃതി രമണീയത എടുത്തതാണ് കേട്ടോ. കൂടുതൽ പ്രകൃതി രമണീയത കാണണമെങ്കിൽ ഞാൻ മുന്നേയിട്ട് നമ്മൾ തോട്ടുപോയാലും വീഡിയോ ഉണ്ട്, അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും. അങ്ങനെ വീട്ടിൽ പിന്നെ ഇവർ വരുന്ന കണ്ടിട്ട് ഞാൻ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്ക് രണ്ടാളും അവിടുന്ന് വണ്ടി ഓടിച്ച് കളിക്കുന്നതാണ് കേട്ടോ. വരാൻ പറഞ്ഞിട്ടൊന്നും റിക്ക് വരുന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തോ പറഞ്ഞിട്ടാണ് അമ്മ എടുത്തത്. അപ്പം അമ്മ എടുത്തപ്പോൾ പറഞ്ഞു ഞാൻ നടന്നോളുന്നു. അങ്ങനെ ചെരുപ്പെല്ലാം ഇട്ടിട്ട് അങ്ങ് നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നടക്കുന്നുണ്ടില്ലേ. അങ്ങനെ നമ്മളിതാ നടന്നിട്ട് രാഗിണീച്ചിൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് കേട്ടോ. അപ്പോൾ ഈശാനെ വേഗം നിമിഷിച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിന്. അപ്പം ഇത് നമ്മളെ തൊട്ടയൽവക്കമുള്ള വീട്ടിലെ ബോബുവാണ് കേട്ടോ. അപ്പോൾ രജനീച്ചി അവിടെ നിൽക്കുന്നുണ്ട്, രജനീച്ചിയാണ് അവിടെ ഉള്ളത്. പിന്നെ രജനീച്ചിനെ എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എനിക്കിങ്ങനെ ഓരോരുത്തർ സമ്മതം ചോദിക്കാണ്ട് വീഡിയോ എടുക്കുമ്പോൾ മോശമില്ലെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ എൻ്റെ ചുമ ശരിക്കും മാറിയിട്ടില്ല, സോറി കേട്ടോ. ഇങ്ങനെ പോവാന്ന്. അപ്പം ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് പലതരത്തിൽ വീഡിയോ എടുത്തിട്ട് പരീക്ഷിക്കുവാന്ന്. അപ്പോൾ തലയും മൂക്കും കണ്ണും എന്തെല്ലാമെന്ന് കേട്ടാ കാണുന്നത്. ഇനി മുതൽ നല്ല വൃത്തിയിൽ വീഡിയോ എടുക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് ഇത് റിക്കൂട്ടൻ നല്ല ഉഷാറായിട്ട് ആ വണ്ടി അവിടെ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, അതും എടുത്തിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ നിനക്ക് ചളി കണ്ടിട്ട് അടുത്തുനിന്ന് വലത്തോട്ട് പോകും, വലത്തുനിന്ന് ഇടത്തോട്ട് പോകും, അങ്ങനെയല്ലോ നടന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. മൂപ്പര് എടുത്തേക്കൊന്നൊന്നുമില്ല, അങ്ങ് നടക്കും തന്നെ. അങ്ങനെ ഇതാണ് നമ്മളെ വേറെ രാഗിണീച്ചിൻ്റെ വീട്ടിലുള്ള കാമൻ കട്ട. ഓരോരുത്തർ ഓരോ തരത്തിലാണ് ഇടുന്നത്. പിന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പൂരക്കുട്ടികൾ ഇതിൻ്റെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ടുള്ള പൂവെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇടുവെല്ലാം ചെയ്യും. അപ്പോൾ രാഗിണീച്ചി പറയുന്നുണ്ട് എൻ്റെക്കോനെ അങ്ങനെ ഇടിപ്പിച്ചോന്ന്. നമ്മൾ പറഞ്ഞ് വേണ്ട, വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പം നമ്മളെ വീട്ടിലിടുന്നതെങ്കിൽ റിക്കോർഡിന് ഇതുപോലെ വെള്ളത്തിൽ പൂവെല്ലാം ആക്കിയിട്ട് എന്തോ എടുത്തിട്ട് ഇടുവരും, അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ആരല്ലോ ചെയ്യുന്നത് സ്റ്റാറ്റസ് ഇട്ടാൽ കണ്ടിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ.
അപ്പം ഇവർ ചാണകം കൊണ്ട് മുന്നേ ഇട്ടത് ഇങ്ങനെ സൈഡിൽ വേറെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പാണ് എൻ്റെ കണ്ണിലൊരു പൂവെന്ന് പറഞ്ഞാൽ റോസാപ്പൂ കേട്ടോ. നല്ല രസമുള്ള ഒരു കൊലയിൽ തന്നെ 4-5 ഉണ്ടായിന്. നല്ല ഭംഗിയുണ്ടായിന് കാണാൻ വേണ്ടി കേട്ടോ. അങ്ങനെ കൂട്ടിനെല്ലാവരും ടാറ്റെല്ലാം പറഞ്ഞിട്ട് നമ്മളിറങ്ങി. അപ്പോൾ മുന്നിൽ ഓടുന്നുണ്ട് ഒരാൾ. അപ്പോൾ ആ സൈഡിൽ കാണുന്ന വീട്ടിൽ നമുക്കൊരു ചെറിയ വാവേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിനെ. ജനിച്ച പാടുള്ള അപ്പോൾ കുറച്ച് ദിവസമായി. അപ്പം പിന്നെ അമ്മ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ വാവേനെ കാണാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പിന്നെ അവിടെ കയറിയ വീഡിയോ ഒന്നും വേറെ എടുത്തിട്ടൊന്നുമില്ല. ബറിക്കൂടെ നടന്നു പോയപ്പോൾ വാവേനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നതാണ്. എന്നിട്ടും വലിയ എക്സ്പ്രഷനൊന്നും വാവേനെ കണ്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വാവേനെ കണ്ടു. വാവേനെല്ലാം കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. ഇപ്പം എനിക്ക് വലിയ ലെവലായിട്ടൊന്നുമില്ല ഈ സ്റ്റിക്ക് പിടിച്ചിട്ട്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഒന്നും എടുത്തില്ല. എനിക്കെന്തോ ചമ്മൽ പോലെ ഇവിടെ പിന്നെ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് നടക്കുന്നതാണ് കേട്ടോ. ഞാനും അമ്മ എന്തെല്ലോ കാര്യമെല്ലാം പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പുറകിൽ കണ്ടില്ല അങ്ങത്തോളം ഒരു സൈഡിൽ ഫുള്ള് റബ്ബറാണ്, അതിൻ്റെ നടുക്ക് കുറച്ച് വീട് അങ്ങനെയാണ് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിന്. അച്ഛൻ എന്നിട്ട് റിക്കൂട്ടിനെയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി കേട്ടോ. പിന്നെ അപ്പോഴേക്ക് അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിന്. പിന്നെ ഏട്ടനും പിള്ളേരും എല്ലാം വിളിച്ചിട്ടുണ്ടായിന്. പിള്ളേർ വിഷുവിന് ഡ്രസ്സ് എടുക്കാൻ പോവാന്ന്, പടക്കം വാങ്ങാൻ പോകുന്നെല്ലാം വിശേഷം പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ സെറ്റ് സാരി കുറേയായി ഉടുക്കാത്ത, അങ്ങനെ പുറത്ത് ആറിയിട്ട്. പിന്നെ ചോറ് കഴിച്ചിന്, ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അച്ഛൻ ചിക്കൻ പൊരിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിന്. റിക്കൂട്ടിനും വരുമ്പോൾ അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു കേട്ടോ. അതിന് ശേഷം റിക്കൂട്ടിനെയും കിടത്തി ഉറക്കി. കാരണം നമുക്ക് വൈകുന്നേരം പോകേണ്ടതാണല്ലോ, ഒരു അലമ്പ് കളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ്. പിന്നെ ഞാൻ സാരീൻ്റെ ഈ തൊഴിലൊന്നും എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള കഠിന ശ്രമത്തിലാണ് കേട്ടോ. സാരിയെല്ലാം ഉടുത്ത് സുന്ദരിമണിയായി പോയിന്. പക്ഷേ അതിൻ്റെ സാരിയെല്ലാം ഉടുത്ത് കഴിഞ്ഞതിൻ്റെ നടുക്ക് എനിക്കൊരു ട്രാജഡി പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഗോൾഡ് കമ്മൽ എപ്പോൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഇതെനിക്ക് ലാസ്റ്റ് നിന്നാട്ടം വാങ്ങി തന്ന കമ്മലാണേ. അപ്പം അതൊരു നൊസ്റ്റാൾജിക്കൊരു കമ്മലാണ് എൻ്റെത്. കാരണം ലാസ്റ്റ് ഞാൻ ഖത്തറിൽ നിന്ന് വരുന്ന സമയം നോക്കുമ്പോൾ ഇതിൻ്റെ പറഞ്ഞാൽ എനിക്ക് കമ്മൽ വാങ്ങണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഉള്ള എൻ്റെ സ്വർണ്ണക്കമ്മൽ കൊടുത്തിട്ട് പിന്നെ വേറെ കുറച്ചുകൂടി നല്ല മോഡൽ നോക്കിയിട്ട് വാങ്ങുവാന്ന് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ച് സെറ്റ് സാരിക്ക് കൂട് കമ്മലിടാന്ന്. അങ്ങനെ കൂട് കമ്മലിട്ടിട്ട് നോക്കുമ്പം എൻ്റെ ഗോൾഡ് കമ്മലിൻ്റെ ബാക്കിൽ താണി ഊരിയിട്ട് താഴെ വീണ് പോയി കേട്ടോ. അപ്പോൾ താഴെ വീഴലും ഈ ക്ലിങ്ങെന്നുള്ള ഒച്ച ഞാൻ കേട്ടിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും അലമാരീൻ്റെ അടിയിൽ എന്തായാലും ഉണ്ടാകുമായിരിക്കും, ഇനിയിപ്പോൾ വന്നിട്ടെടുക്കാം. ഞാൻ കുറച്ച് സമയം റെഡി ആയതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ ഫോണിൻ്റെ ലൈറ്റ് വെച്ചിട്ട് ഞാൻ കുറേ നോക്കി. അപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കട്ടിലല്ല അലമാരീൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ എത്ര പരതിയിട്ടും അത് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ പോയോ എന്തോ. ഇത് പിന്നെ ലാസ്റ്റ് ഞാൻ സാരി ഉടുന്നപ്പോൾ നമ്മൾ തൊഴിലെടുത്ത് കഴിഞ്ഞതിന് ശേഷം വന്ന സംഭവമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ റിക്കൂട്ടനെ ഞാൻ തൊഴിലെല്ലാം എടുക്കുന്ന സമയത്ത് റിക്കൂട്ടൻ ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഉറങ്ങിയോണ്ട് ആൾ നല്ല മൂഡിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് സമാധാനമായി. കണ്ടില്ലേ, നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ചിരിച്ചിട്ടെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ നിമിഷേച്ചിൻ്റെ വീട്ടിൽ നിന്ന് പൂരിയട കൊണ്ടുവന്നിട്ടുണ്ടായിന്. താഴെ അമ്മമ്മ അലക്കുന്ന ഒച്ച ചിലപ്പം കേൾക്കുന്നുണ്ടാക്കും. എല്ലാവരും ബാക്ക്ഗ്രൗണ്ടിൽ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലെത്തി താഴേക്ക് ഇറങ്ങിയിട്ട് അടുക്കളയിൽ നമ്മൾ പൂരിയട തിന്നുവാന്ന്. അപ്പോൾ റിക്കൂട്ടിന് അതിൻ്റെ നടുക്കത്തെ തേങ്ങയെല്ലാം മാറ്റിയിട്ടില്ലാണ് തിന്നുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് സാരി ഉടുത്ത് സുന്ദരിയായിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം ശേഷമാണ് എൻ്റെ കമ്മൽ, മീൻസ് ഞാൻ ആ കമ്മലിടുന്ന സാരിയെല്ലാം ഉടുത്ത് കമ്മലിടുന്ന സമയത്താണല്ലോ കമ്മൽ വീണത് ഞാൻ എന്നാ പറയുന്നത്. അതും കാട്ടെ, എന്തായാലും എൻ്റെ ആണി പോയി, എനിക്ക് കിട്ടിയിട്ടില്ല അത്. ഞാൻ മിക്കവാറും വീട്ടിലെത്തി അച്ഛൻ ചീത്ത പറയും, ഇതിനാണോ ഇത് കളയാനാണോ നീ അവിടെ പോയത്, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ വണ്ടിയിൽ ശരത്തേട്ടനുണ്ടായിന് വന്നിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവാന്ന് കേട്ടോ. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 7 എത്രയോനാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ തിരക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത്തിരി അടുത്ത് നമുക്ക് വണ്ടി വെക്കാൻ പറ്റിയിട്ടുണ്ടായിന്. ഇങ്ങനെ നമ്മൾ നടന്നിട്ട് പോവാന്നേ. ഫസ്റ്റ് തന്നെ കാർണിവലിൻ്റെ ഈ സംഭവമെല്ലാം കണ്ടപ്പോൾ റിക്കൂട്ടിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ അത് കണ്ടിട്ട് തിരിഞ്ഞിട്ട് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മപ്പൂജി അത് നോക്ക് എന്നെല്ലാം പറ്റി. ഇവൻ്റെ ഈ എക്സൈറ്റ്മെൻറ്റ് കാണാനാണ് ഞാനും പോകുന്നത്, അല്ലാണ്ട് പ്രാർത്ഥിക്കാനൊന്നുമല്ല.
നമ്മളവിടെ എത്തുമ്പോഴേക്കും ഉത്സവം ഇതാ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. തലേന്ന് നമ്മൾ പോയ ദിവസം അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് പിന്നെ ഉത്സവം ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ചുറ്റിയിട്ട് ഇതിലേ കൂടി വരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ റിക്കൂട്ടൻ ശരത്തൻ ടൈമിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിങ്ങനെ മാറി മാറി എടുക്കലാന്ന് റിക്കൂട്ടനെ. ഓനാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല, താഴെ കീന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെണ്ടേൻ്റെ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെണ്ടേൻ്റെ ഇതാണുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെന്തെല്ലോ കലവിലാ വർത്താനം പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. റിക്കൂട്ടൻ അങ്ങോട്ടേക്ക് ശരത്തൻ്റെ കൈമലായതിനുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വഴിയെ നമുക്ക് ഓരോ കാര്യങ്ങളും കാണാം. പിന്നെ അവിടുന്ന് കുറേ ആൾക്കാരെ കാണാൻ പറ്റി. എല്ലാവരോടും വർത്താനെല്ലാം പറഞ്ഞു അങ്ങനെ ഇരിക്കുവാന്ന് കേട്ടോ. പിന്നെ വേറെന്താ, അങ്ങനെ വിനിത ദേവൂട്ടി വന്നിട്ടുണ്ട്. നമ്മളെ വയലച്ചേരിക്കാലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ദേവൂട്ടീനെ. അപ്പോൾ ഇതാ ദേവൂട്ടി വീഡിയോയിൽ എടുക്കുന്നുണ്ട്. എന്തെല്ലോ എന്നോട് കത്തി അടിക്കുന്നുണ്ട്. വ്ളോഗറല്ലേ എന്നെല്ലാം മറ്റെന്നെ കളിയാക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. എന്നിട്ട് ചോദിക്കും പ്ലേ ബട്ടൺ കിട്ടിയോ എന്ന്. ദേവ് കുറേ എടുക്കാൻ നോക്കിയെങ്കിൽ റിക്കൂട്ടൻ പോയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ദേവ് പറഞ്ഞു ഞാൻ ഏച്ചിൻ്റെ വീഡിയോ എടുത്ത് തരാമെന്ന്. അങ്ങനെ ദേവ് എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഇങ്ങനെ ഇത് പുറകുവശത്തെ കൂടി വരുന്ന അപ്പോൾ ഇതുപോലെ രണ്ടുപേര് വന്നിട്ട് ഇങ്ങനെ തിടമ്പം തലയിലേറ്റിട്ട് വരും. എന്നിട്ടിങ്ങനെ ഇങ്ങനെ പൈസ മേടിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടത്. പിന്നെ അപ്പം ഇതാണ് സംഭവം. പണ്ടെല്ലാം ആന ഉണ്ടായിരുന്നു നമ്മെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ആനയൊന്നും ഇല്ലാത്തത്. പിന്നെ എന്തായാലും അങ്ങനെ ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അങ്ങനെ ഈ കൊല്ലവും ഉത്സവം കൂടാൻ പറ്റി, കൂടുന്ന കാഴ്ചകളെല്ലാം കാണിക്കാൻ പറ്റി. അതുകൊണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ആരൊക്കെയോ അറിയാത്ത ആരെല്ലോ കാണാൻ പറ്റി, സംസാരിച്ചു. അപ്പം അങ്ങനെ ഒരു നല്ല ദിവസം അങ്ങനെ പറയാം നമുക്ക്. പിന്നെ റിക്കൂട്ടനെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെല്ലാം റിക്കൂട്ടൻ ശരത്തൻ്റെ കൈമലാണേ ഉള്ളത്. ഇഷുവും ആടത്തനും ശരത്തൻ്റെ കൈമ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു ദിവസം മഴയില്ലായിരുന്നു കേട്ടോ. മഴയുണ്ടെ പിന്നെ കണക്കായി. പിന്നെ പ്രത്യേകിച്ച് സാരിയും കൂടിയാണ് ഞാനെല്ലാം എടുത്തത്. അപ്പം എനിക്ക് അതിൻ്റെ ആ ഒരു ടെൻഷനും എല്ലാം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ പോയി. ചോറിൻ്റെ കഴിക്കുന്ന വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ഇരിക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം പിന്നെ റിക്കൂണിനെയും കൊണ്ടിരുന്ന് സാരി ഉടുത്തിട്ട് പിന്നെ ചോറിൻ്റെയും കൂടി വീഡിയോ എടുക്കലൊന്നും നടക്കുന്ന കാര്യമല്ലായിരുന്നു. പിന്നെ കുറേ പേര് ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് ഇരിക്കാനെല്ലാം വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല.
പിന്നെ നമ്മൾ നേരെ നടന്നിട്ട് കാർണിവെല്ലാം കാണാനും അങ്ങനെയെല്ലാം പോയി. ഇപ്പം നിമിഷേച്ചി ജസ്റ്റ് കമ്മലെല്ലാം ഒന്ന് നോക്കി. എന്നിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. ഇവിടെ മൊത്തം ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ റോഡാണ് കേട്ടോ. റോഡിൽ ഫുള്ളിങ്ങനെ മുകളിലേക്ക് ലൈറ്റെല്ലാം വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടായിന്. ഇതിൻ്റെ നല്ല നല്ല വീഡിയോസ് നമ്മളെ യൂട്യൂബല്ല ഇൻസ്റ്റാ ചുഴലി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ പിന്നെ ഞാനും റിക്കൂട്ടനും കൂടി ഇതിങ്ങനെ നടക്കുവാണ്. അങ്ങനെ നമ്മളിത് ഈ ഒരു സംഭവത്തിലെത്തി കേട്ടോ. അപ്പം ആദ്യം ഇഷുവിനെ കയറ്റി. അന്നേരം ഇഷു മാത്രമേ അതിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറേ പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിന്. അപ്പോൾ റിക്കോർഡിന് എനിക്ക് തോന്നി ഓനത് പേടിയാന്ന്, അതുകൊണ്ട് കയറ്റണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷു ഇപ്പം പെർഫെക്റ്റ് ഓക്കെ. കഴിഞ്ഞ കൊല്ലം ഇഷുവിന് ഇതിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ റിക്കോർഡിന് ആദ്യം പുറത്തുനിന്നെല്ലാം കണ്ടിങ്ങനെ നിന്നെങ്കിലും പിന്നെ ശരത്തേട്ടനപ്പാട് ഓനെയും ഇതിൽ കയറ്റിയിട്ടുണ്ടായിന് കേട്ടോ. ഇതാണ് നില ബേബി. നിമിഷേച്ചീൻ്റെ അതായത് ശരത്തേട്ടൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഐഷു കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കുറേ പിള്ളേർ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിനെ. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിന്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചത്, ഖത്തറിലുള്ള സമയത്ത് അറബികളെല്ലാം വീട്ടിൽ ഈ സംഭവം സ്വന്തമായിട്ട് ഈ ഒരു സാധനമെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൂമിൽ ടെറസിലാണ് നമുക്ക് ആദ്യം റൂമുണ്ടായത്. അപ്പോൾ ആ സമയത്തൊക്കെ നോക്കുമ്പം പിള്ളേരെല്ലാം ഇങ്ങനെ അതിൽ കയറി കളിക്കുന്നത് ഭയങ്കര സൗണ്ടെല്ലാം കേൾക്കലുണ്ടായിന് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അപ്പം റിക്കുവിനെ കയറ്റിയിട്ട് നോക്കുമ്പോൾ ഓന് ഭയങ്കര പേടിയായിരുന്നേ. അതിങ്ങനെ കുറേ കുട്ടികളും കൂടി ആകുമ്പോൾ അതിങ്ങനെ കുലുങ്ങുന്നില്ല. അപ്പോൾ ഓന് ഭയങ്കര പേടി. അങ്ങനെ റിക്കൂട്ടൻ പുലി എന്ന് പറയുന്നത് ഓൻ്റെ ഏട്ടൻ്റെ മുന്നിൽ മാത്രമാണ്. ബാക്കി കുറച്ച് കുരുത്തക്കേടുള്ള പിള്ളേർ അങ്ങനെയെല്ലാം വരുമ്പോൾ ഓന് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഒരു വണ്ടറടിച്ച പോലെയാണ് മൂപ്പർ നോക്കി നിൽക്കുന്നുണ്ടായിന്. അപ്പം ബാക്കി നിങ്ങൾ കണ്ടോ കേട്ടോ. റിക്കു പിന്നെ ആടുന്ന ശരത്തേൻ്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളിക്കളിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുറേ പിള്ളേരും കൂടി ഇതിലാകുമ്പം ഇത് വല്ലാണ്ട് കുലുങ്ങുമ്പോൾ ഒറ്റക്കോൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര പേടി പോലെ. അങ്ങനെ ശരത്തേൻ്റെ കൈ പിടിച്ചിട്ട് പിന്നെ ഒരേ തുള്ളലായിരുന്നു.
റിക്കു ഇപ്പോൾ ശരത്തൻ്റെ അമ്മേനെ വിളിക്കുവാന്ന് കേട്ടോ. ശോഭ എന്നാണ് പേര്. അപ്പോൾ ശോഭമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുവാന്ന്. റിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ശോഭമ്മേനെ. അവിടെ പോകാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാനിത് ഓൻ്റെ ഓൺ വോയിസ് ഇടാത്തതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പാട്ടുണ്ട്. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ പിള്ളേരും ഭയങ്കര എൻജോയ്മെൻ്റാണ് കേട്ടോ. പറയുക, എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അതിന്. പിന്നെ അവരെ ആ ഒരു സന്തോഷം കളിയെല്ലാം കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ട് കുറച്ച് സമയം ഒരു വിഷമങ്ങളെല്ലാം മറക്കാൻ പറ്റിയൊരു സമയം. പക്ഷേ എനിക്കെൻ്റെ കമ്മൽ പോയ വിഷമം ഇങ്ങനെ ഉണ്ട്. അതിനെ ഞാൻ പിന്നെ പോയാൽ കിട്ടില്ല, തിരിച്ച് വീട്ടിൽ പോയാൽ കിട്ടുമല്ലോ എന്നുള്ള ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കിട്ടിയിട്ടില്ല മക്കളെ. എവിടെ പോയിന്ന് പടച്ചോനറിയാം. റിക്കു ഒന്ന് കയറാനെല്ലാം നോക്കും. പക്ഷേ അവിടുന്ന് കുറച്ചെല്ലാവരും ഒരു തുള്ളുന്നെല്ലാം കാണുമ്പം പേടിച്ചിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും കേട്ടോ. ഇതുപോലെ വരും. അതാണ് റിക്കൂട്ടൻ്റെ പരിപാടി. പിന്നെ അപ്പോഴേക്ക് അയാൾ വന്നിട്ട് എല്ലാവരും താഴെ ഇറക്കിയിട്ടുണ്ട്. അതിനൊരു സമയം കഴിഞ്ഞാൽ പിന്നെ കൂട്ടൂല കേട്ടോ. അങ്ങനെ പിന്നെ വേറൊരു സ്ഥലത്താണ് ഇതുപോലെ കാർണിവൽ ഉണ്ടായത്. അതായത് നമ്മൾ ആകാശത്തൊട്ടിൽ, തോണി, അങ്ങനത്തെ സംഭവം എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നിമിഷേച്ചിയും ശരണേച്ചി എല്ലാവരും കൂടി അത് തോണിയിലെല്ലാം കയറാൻ പോയി. ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ല, വെറുതെ തലവേദനയും തലയിട്ടില്ലെന്ന് ആകയില്ല. പിന്നെ അന്നേരമാണ് ചോറും സാമ്പാറെല്ലാം തിന്നിട്ട് വന്നത്. എല്ലാം കൂടി ഛർദ്ദിച്ച് വെക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ നോക്കുമ്പം ഇഷുവും നമ്മളെ കുഞ്ഞുവാവയും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ ശരത്തൻ്റെ ഏട്ടൻ്റെ മോളാണെന്നില്ല, അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചിരിച്ച് പണി ഒരുങ്ങിയിട്ടുണ്ടായിന്. ഇഷാൻ തുള്ളിയെ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഓക്ക് അതിൽ നിന്ന് എണീക്കാനേ പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഓക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് നോക്കുമ്പം പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഓക്ക് ഭയങ്കര ഇഷ്ടമായി അതിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഇഷാൻ ഇറങ്ങിയിട്ട് പോലും ഓക്ക് അതിൽ ഇറങ്ങണം എന്നുള്ളൊരു ഇതേ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. റിക്കോർഡിന് പിന്നെ ഇതിലൊന്നും കയറാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശരത്തൻ്റെ കൈമേൽ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് സന്ധ്യേച്ചി, നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഞാൻ നിന്നേണ്ട നാട്ടിലാണെന്നല്ല, അതിപ്പം നമ്മൾ നല്ല ചങ്ങായിമാരാണ് കേട്ടോ. അപ്പോൾ റിക്കൂട്ടം മൈൻഡാക്കുന്നൊന്നുമില്ല, എടുക്കാനൊന്നും വിട്ടിട്ടില്ല, ഭയങ്കര ഗൗരവത്തിലാണ് കേട്ടോ. അപ്പോൾ സന്ധ്യേച്ചീൻ്റെ 2 മക്കളാണത്. സന്ധ്യേച്ചീൻ്റെ ഏച്ചീൻ്റെ മോനാണത്. സന്ധ്യേച്ചിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, KP ഫാമിലി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെയും നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റിക്കൂട്ടിന് ഇങ്ങനെ കയറണമെന്ന് വാശി പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി വലുതാകുമ്പോൾ ആയിരിക്കും പറയുന്നുണ്ട് മിക്കവാറും. ഇപ്പോൾ തന്നെ വലിയ ഇതൊന്നുമില്ല. മീൻസ് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തിൽ നിൽക്കണം. അപ്പോൾ ആ വണ്ടി സംഭവം പോകുന്ന കണ്ടിട്ട് അതാ ട്രെയിന് പോകുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അതിനിങ്ങനെ ടാറ്റെല്ലാം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അതിനെ. അപ്പോൾ ഇത് നിമിഷേച്ചി എനിക്ക് എടുത്തു തന്ന വീഡിയോ ആണ്. അതാണ് സംഭവം. ഇങ്ങനത്തെ തൊട്ടിൽ, ആകാശത്തൊട്ടിൽ, എല്ലാ സംഭവങ്ങളും ഉണ്ടായിന് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര അധികം ഒന്നുമില്ല, ഇപ്രാവശ്യം പക്ഷേ കുറേ അധികം സംഭവങ്ങളുണ്ടായിന്. ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നിളയൊന്നും അതിൻ്റെ അകത്തൊന്നും ഇറങ്ങാനല്ലോ ഓക്ക് തീരെ ഇഷ്ടം ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ കോളിഫ്ലവർ ഇല്ലേ, അതും മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ മനേഷേട്ടനെല്ലാം കൂടെ കുറേ വിളിച്ച്, പക്ഷേ എന്നിട്ടൊന്നും ഓൾ പോകുന്നുണ്ടായിട്ടില്ല.
അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ അവിടെ കുറച്ച് സമയം റിക്കൂട്ടിന് ഇങ്ങനത്തെ ഈ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങിൻ്റെ അപ്പം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് സമയം. പിന്നെ നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് റിക്കൂട്ടിന് വിഷുവിന് തോക്ക് വാങ്ങി. പിന്നെ ഞാൻ അമ്മക്ക് നമ്മളെ കോളിഫ്ലവർ ഇല്ലേ അതും വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി റിക്കൂട്ടനെ ഉറക്കി കമ്മൽ പരതി. കമ്മൽ എന്നിട്ടും കിട്ടിയിട്ടില്ല. അപ്പം ആകെ വിഷമത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.